Thank you.
യോഗം സമർപ്പിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം. വിളിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സന്ധ്യാസി അതോടൊപ്പം തന്നെ അഗ്രഹം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ബിനോയ് ശിവ, ജന്മദിനം ആഘോഷിക്കുന്ന നിന്ന പ്രമീസ്, അതോടൊപ്പം ജന്മദിനം ആഘോഷിക്കുന്ന മേരി, പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആൽഫ മാത്യു, പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബീന മനോജ്, ഇവരെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ സജിമോൾ, പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സജിമോൾ, മരണമൂലം പോയുള്ള സഹോദരി സഹോദരന്മാരെ നമുക്ക് ഓർമ്മിക്കാം. അഞ്ജലീന ജോമോൻ, പിയും ഉതുപ്പാൻ, ചന്ദ്രിക, ഉണ്ണികൃഷ്ണൻ, ഏഴാം ചന്ദ്രദിനം ആചരിക്കുന്ന താർമിക ഏണസ്റ്റ്, പീറ്റർ ഫെരിയ, സാരാഞ്ച് വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാക്കോ ദേവസ്യ, മത്തായി കുണ്ടത്തില്, ജോയി നെടിയകാലായില്, ആന്റണി, ഈ ആത്മാക്കളെ നമുക്ക് സമർപ്പിച്ച് ആത്മാർത്ഥതയോടെ നമുക്ക് ഈ വലിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Lord.
ഭാഷാപരമായി സംസാരിക്കുന്നതിന് തനിക്ക് തന്നെ അഭിപ്രായം
ചെയ്തു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് ജീവനെ പറ്റിയോ, എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആഗ്രഹരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുകയോ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, വയ്ക്കാൻ കലവറയോ കലപ്പുകയോ ഇല്ല. എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ ദൈവപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നതുകൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കോടി നീക്കാൻ നിങ്ങൾ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി ആകുലരാകുന്നത് എന്തിന്? വിധികളെ നോക്കുകയോ നിർത്തുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവരൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളത് നാളെ തീയിൽ അറിയപ്പെടുന്നതുമായ വൈദികരെ പറ്റിനെ ദൈവമാത്രം അറിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ എത്രയധികം അറിയിക്കുകയില്ല. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആലോചനത്തിലാവുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്നാപിതാവിന് അറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയും ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയാതികളായ ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് സാധിച്ചിരിക്കുന്നു. നിങ്ങൾ സമ്പത്ത് വിട്ട് ദാനം ചെയ്യുകയും പഴകിപ്പോകാത്ത സമ്പളസന്ധികൾ കരുതി വയ്ക്കുകയും ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുകയും അവിടെ കടന്മാർ കടന്നു വരികയോ ചിത നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ആഴ്ചയിലെ ഓർമ്മപ്പെടുത്തുന്നത് ശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനമാണ്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാനായിട്ടുള്ള വലിയ ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുക. സുവിശേഷം എന്ന് പറയുന്നത് അസാമാന്യമായ ഒരു ലോജിക്കിലൂടെ കടന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യം. അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വായിച്ചു കേട്ട ദൈവപരിപാലനയിൽ ആശ്രയം വയ്ക്കാനായിട്ട് സുവിശേഷം വായിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് പറയുന്നത് പോഷണമായ ധനികന്റെ ഉപമയാണ്. ഒരു ധനികനെ പോഷണ ധനികനെ കുറിച്ച് നമുക്കറിയാം. നിത്യജീവനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പറയും, അവൻ സ്വന്തം ആഘാതം ചെയ്യാം. അവൻ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതലായിട്ടുള്ള വിളവുകളൊക്കെ ലഭിച്ചു. അത് ശേഖരിക്കാനായിട്ട് അവന് അർപ്പരമില്ല. പാൽപ്പിടിക്കുന്നതെല്ലാം പൊളിച്ച് അർപ്പരെല്ലാം പൊളിച്ച് പണിത് എൻ്റെ ആത്മാവിനോട് പറയും, ജീവിതകാലത്തെ മുഴുവനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തിന്ന് കുടിച്ച് ആനന്ദിച്ചതാണ്. ഈ സമയത്ത് വാക്കുണ്ട്, പക്ഷെ ഈ രാത്രി നിന്റെ ആത്മാവിനെയും ഞാൻ വിളിച്ചാണ് നീ കരുതി വെച്ചത് എല്ലാം. പക്ഷെ ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ ഈ കരുതി വെച്ചതൊക്കെ പിടിക്കും. അതിനുശേഷമാണ് ഈ ദൈവകാര്യത്തിൽ പറയുന്നത്. കാരണം ഈ ധനികന് വലിയ അസ്വസ്ഥതയാണ്. ഇതിലേക്ക് പെരുത്തി ചെയ്യുന്നുള്ള കാവിലെ ഉൾക്കണ്ട അസ്വസ്ഥയാണ്. അതിനുശേഷം ദൈവകാര്യത്തിൽ പറയും. അത് ഇന്നത്തെ ദിവസം 3 കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതം ദൈവപരിപാലനയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിച്ച്. 2, നമ്മുടെ ജീവിതത്തിലുള്ള ആഹാരമായിട്ടുള്ള ഉത്കണ്ഠകൾ വേണ്ട എന്ന് സൂക്ഷിക്കുന്നത്. 3-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കും. ഒരു കഥ കേട്ടത് പ്രകാരമാണ്, 4 കിളികളിൽ മരങ്ങളിലൊന്നിരിക്കും. അപ്പൊ ഈ ചെറിയ കിളികൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, കാറ്റടിക്കുമ്പോൾ ഈ കൊമ്പ് ഒടിച്ച് താഴെ വീണാൻ എത്തിച്ചു. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ കാറ്റ് വരും. ഈ കൊമ്പൊടിച്ച് താഴെ വീഴുന്നുണ്ട്. അപ്പം പറയുന്നത്, അമ്മ പറയുന്നുണ്ട്, കൊമ്പൊടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കൊമ്പിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം. ഈ കൊമ്പല്ല നമ്മുടെ ആശ്രയം, മറിച്ച് തമ്പുരാൻ നമുക്ക് നൽകിയ കൃപയോട് പൊങ്ങി പറന്ന് പോകാനുള്ള കൃപ. ആ കൃപയിലാണ് നമ്മുടെ ആശ്രയം. ആ സമയത്ത് കൊമ്പ് ശക്തമായി കാറ്റൊഴുകി പോകുന്നുണ്ട്, പക്ഷേ പറന്ന് പോകുന്നുണ്ട്. ദൈവത്തെ കൃപയിൽ ആശ്രയിച്ചു. നമ്മുടെ ജീവിതം ഇതുപോലെ ആയിരിക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ദൈവ ആശ്രയമൊക്കെ അല്ലെങ്കിൽ
നമ്മൾക്ക് ആശ്രയിക്കുന്നത് മാറാത്ത കാര്യങ്ങളിലാണ്. നമ്മൾ കെട്ടിപ്പൊക്കിയ പല കാര്യം ഒരു ഉദാഹരണം പറയും. കഴിഞ്ഞ ഞായറാഴ്ച പ്രധാനമന്ത്രി എന്നോട് സഹോദരനോട് അത്താശിക്കുന്നതാണ്. തലേ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ സ്ഥലത്തില്ല, നാഷണൽ പ്രധാനം പോയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ സ്ഥലത്തില്ല, ഞായറാഴ്ച വന്ന പ്രധാനം കഴിഞ്ഞാൽ കാണാം. പ്രധാനം കഴിഞ്ഞ് വന്നു സഹോദരി കരയുകയാണ്. എങ്ങനെ ഈ മാസത്തിന് ആദ്യത്തെ ആഴ്ച നാട്ടിൽ പോയതാണ്. 2 മക്കളാണ്, ഒരാൾ യൂട്യൂബ് എല്ലാവരും പ്ലാൻ ചെയ്ത് മെയ് മാസത്തിൽ അവധിക്ക് ഒന്നിച്ച് നടന്നത്. ജൂൺ മാസത്തിൽ ആദ്യത്തെ ആഴ്ച പോകാൻ വേണ്ടി എല്ലാവരും അവരുടെ സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന അവസരത്തിൽ ഒരാഴ്ച 3 ദിവസം കൂടി പോരാൻ വേണ്ടി ഇവിടേക്കാണ് ഈ മകൻ്റെ സുഹൃത്ത് അവനെ വിളിക്കുന്നത്. ഈ പോകുന്നത് പ്രദേശങ്ങളിൽ പോകാം. അവൻ തൻ്റെ പിള്ളേരിൽ പുറത്തേക്ക് പോയി രാത്രി അതുവരെയൊക്കെ ഒന്നിച്ചിരുന്ന അപ്പനും അമ്മയും ഈ 2 മക്കളും മരുമകളും കൂടെ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഈ മകൻ പുറത്തേക്ക് പോയി. പിന്നെ കേൾക്കുന്നത് മകൻ മരിച്ചു. പിന്നെ കേൾക്കുന്നത് മകൻ മരിച്ചു. 3-4 ദിവസം കഴിഞ്ഞ് എല്ലാവരും അവരുടെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നു. ഇതൊരച്ഛൻ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ മകനിലാണ്. ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ മകനിലാണ്. ദൈവാശ്രയത്തില് എല്ലാവരും എന്നുള്ളത് പ്രതീക്ഷ മുഴുവൻ ഈ മകനിൽ അർപ്പിച്ചിരിക്കുന്നു. പൊടുന്നതിനെല്ലാം ശ്രമിക്കുന്നതായിട്ട് സ്ത്രീകളുണ്ട്. ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് നമ്മളെ പെട്ടിപ്പോക്കുന്ന ഒന്നിനുമല്ല, ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. പകർച്ചയുടെ നടുവില്, വേദനയുടെ നടുവില്, ദുഃഖത്തിന്റെ നടുവില്, ഈവൻ മരണത്തിന്റെ നടുവില് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ രണ്ടാമത് ഉത്കണ്ഠാകുലാകേണ്ടായെന്ന് പറയുന്നു. അങ്ങനെ ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ പറ്റി മനുഷ്യന്. ഉത്കണ്ഠ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അമിതമായ ഉത്കണ്ഠ ഈ സ്ത്രീ പറഞ്ഞതുപോലെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഭാവിയെ കുറിച്ചുള്ള ചിന്തകൾ ഈശോയുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രക്തം ഉയർത്തുക, ചുമ്മാരിക്കാൻ രക്തം ഉയർത്തുമോ ഉത്കണ്ഠകളാണ് നമ്മൾ ഉയർത്തുന്നത്. അതിനെ നമ്മളെക്കാളൊക്കെ അധികമായ ഉത്കണ്ഠകൾ ഉള്ളതുകൊണ്ടാണ് ഈശോ രക്തം ഉയർത്താൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിനെന്നെ ഈശോ പ്രാർത്ഥിക്കുന്നത്, നാവേ എന്നെ ഇഷ്ടമല്ല, എനിക്ക് അവർക്ക് ഇഷ്ടം നിറവേറട്ടെ. ഈ പ്രാർത്ഥനയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ഉത്കണ്ഠയില്ലാതെ മനുഷ്യന്. അതുകൊണ്ട് ക്രിസ്തു ദൈവമാണ് മനുഷ്യനാണുള്ളത്. അപ്പൊ ദൈവമായ മനുഷ്യനായ ക്രിസ്തു ഉത്കണ്ഠയോടെ, പക്ഷെ ദൈവമായ ക്രിസ്തു ലോകകങ്ങളിലേക്ക് നമുക്കിവിടെയാണ് സംഭവിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപ സൗകര്യത്തിൽ വരണമെന്നാണ്. നമ്മളൊക്കെ നമ്മൾ മാത്രമല്ല, ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി പ്രവാസമായിട്ട് കഴിയുന്നവരാണ്. നമ്മൾ ജോലി ചെയ്തിട്ട് ആരെങ്കിലും ഇവിടെ നിക്ഷേപം നോക്കുന്നുണ്ടോ? ഇസ്രായേലിൽ ഇല്ല. നമുക്കറിയാം ഇത് 5 വർഷം 10 വർഷം 20 വർഷത്തിനോട് ആരും മുന്നോട്ട് പോയിട്ടില്ല. 20 വർഷത്തിൽ നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടവരാണ്. അപ്പൊ നമ്മൾ നിക്ഷേപത്തിന്റെ വസ്തുവായിട്ട്, വീടായിട്ട്, കാറായിട്ട്, ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നിക്ഷേപം ഇന്ത്യയിൽ കാലത്തിന് കരുതി വെക്കും. എന്നുള്ള ഇവിടെ നിക്ഷേപിച്ചാല് കാര്യമില്ല, നമ്മൾ പോകുന്നതെല്ലാം എടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ചിന്ത മറ്റൊരു ചിന്തയിലേക്ക് നമ്മൾ നയിക്കും. അതായത് ഈ കേരളത്തിൽ പോയി നമ്മൾ ജീവിക്കേണ്ടവരല്ല, നമ്മളെല്ലാം ഇത് വിട്ടുപോകേണ്ടവരാണ്. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിനായിരിക്കണം. അവിടെ നമുക്ക് കൈവശം നിന്ന് പോകുന്നുണ്ടെന്നുള്ളത്. സ്വർഗത്തെ നിക്ഷേപം കാറും വീടും സ്ഥലമൊന്നുമല്ല, മറിച്ച് നമ്മുടെ പുണ്യപ്പെട്ട പ്രവൃത്തികൾ. ആ പുണ്യപ്പെട്ട പ്രവർത്തനം മാത്രമേ സ്വർഗത്തിൽ പറഞ്ഞ പോലെ തുരുമ്പോ കീഴോ നശിപ്പിക്കാത്ത പുണ്യപ്പെട്ട പ്രവൃത്തികൾ നമ്മളെ അസ്വസ്ഥമായിട്ട് ആകാനായിട്ട് അനുവദിക്കുകയുള്ളൂ. അനുവദിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ദൈവത്തിനോട് സുവിശേഷം സംഖ്യപ്പെടുത്തുന്ന സുവിശേഷവായും ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമായുടെ മാതൃക അനുസരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രദേശത്തിലെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
വിവിധ ഉദാസീനതകളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പങ്കുവയ്ക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവെ, ഔദാസിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീമാർക്ക് പ്രത്യാശയുടെ പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവെ, ജീവിതക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിലും ധൈര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പരിശുദ്ധരായി ലോകം പ്രശോഭിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവ് മാർലിയോ പതിനാലാം പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് ധർമ്മപരമായ ഞങ്ങളുടെ അതിർപ്രതിഷ്ഠ പിതാവുമായ പാത്രിയാർക്കിസിനെയും മറ്റെല്ലാ പത്രക്കാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശ്വാസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Amen.
വർഗീയന്മാരും മേജരാഷ്ട്രമാരും മെത്രാപ്പോലീത്തമാരും നഗരന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർഗനൈസേഷനും നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തോട്ട് പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും കൃപയാൽ ഈ വരുന്ന പ്രസഹായത്തിനെ രക്ഷിക്കും സ്വർഗരാജ്യത്തിന് ജീവനും കാരണമാകട്ടെ. എന്റെ കരങ്ങൾ വഴി പൊട്ടിയാവുകൾ എനിക്ക് വേണ്ടി സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടുകൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിക്കുകയും വൈവിധ്യജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ ബാധ്യസ്ഥ വഴി സമാധാന സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി ഏകാഗ്രതയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ ദൈവപിതാവിൻ സ്നേഹമതും പ്രഭാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ സമാധാനത്തോടുകൂടെ അതിലുള്ള സകലത്തെയും ഒരുപാട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് കാണിക്കുകയും ചെയ്യുന്നു. സ്വർഗവാസികളുടെ ആയിരങ്ങളും
ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ
അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ആശുപത്രിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ആരോഗ്യങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടിയും ആരോഗ്യ ശുശ്രൂഷകർക്ക് വേണ്ടിയും ആത്മഹത്യാപ്രവണതയുള്ളവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുവെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും വിവാഹ തടസ്സമുള്ളവർക്കും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് സ്വയം നശിക്കുകയും മക്കളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്നവർക്ക് വേണ്ടി മനമാനസാന്തരത്തിനു വേണ്ടിയും ഈ ദേവാലയത്തിലും ഞങ്ങളുടെ കുടുംബങ്ങൾ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ വഴി ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവർക്കെല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും പ്രത്യേക നിയോഗങ്ങളോട് കാഴ്ചവെച്ച് മാറ്റപ്പെടുത്തുന്ന എല്ലാവർക്കും അങ്ങയുടെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും ലഭിക്കുന്നതിനു വേണ്ടിയും ഈ കൂട്ടായ്മയായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ദേശങ്ങളും അതിസമർത്ഥമായി ഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടിയും യോഗ്യനും പ്രാപ്യനുമായി എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ദൈവത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് ആത്മപിതാവായ ദൈവത്തിൽ നിന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരസികായ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകമായ ആത്മാവിനും പരിശുദ്ധാത്മാവിനും സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ ധർമ്മവും വിശുദ്ധീകളെ പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, രക്ഷകനുമായ ഈശ്വരസികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും അഗ്നിയവും ഭയഭക്തിയും പരിശുദ്ധവും ജീവനായും ദൈവികമാലയത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, പരിശുദ്ധാത്മാവിലും അങ്ങയുടെ കുർബാനയോട് ആവശ്യിച്ച് ഇതിനെ ആശ്രയിക്കുകയും പ്രതികരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ പകുതിയും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശിക്കുമേ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഹൃദയത്തിൽ നമുക്കും താക്കമായിട്ട് കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കളെയും സ്നേഹവുമായ നാമത്തെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മരണത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തെ സ്തുതിയും ബഹുമാനവും തത്വതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയവാണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു.
ദൈവത്തിന്റെ രഹസ്യങ്ങളെ ഭക്തിയോടെ സമീപിക്കാം. അനുതാപമുള്ള വാസനത്തോടെ അപരാധങ്ങൾ തിരിഞ്ഞും പാപങ്ങളെ കുറിച്ചും സഹോദരങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള കലകളും കഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിന്റെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ മുക്തമാക്കാം. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ഐക്യത്തോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുക. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ വെറുപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ സമാധാനവും ഞങ്ങളിൽ ശാന്തിയും നൽകണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങേ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾക്ക് ദിവ്യമാക്കുകയും ജനിക്കുന്നവരുടെ സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശുദ്ധമായ പ്രാർത്ഥന അങ്ങനെ ലഭിച്ച വിശ്വാസത്തോടെ ആവർത്തിക്കുകയും ഗ്രാഹകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. It's
You
കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ അതേപോലെ തന്നെ തിരുനാളിൻ്റെ കാര്യം ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 27-ാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ തിരുനാൾ. സ്വാമിയുടെയും ദാസികാരുടെയും സംയുക്തമായിട്ടുള്ള തിരുനാൾ. 1:30 മണിക്ക് നമ്മൾ പുറത്തുനിന്നുള്ള പ്രദക്ഷിണം ആരംഭിക്കും. പ്രസിഡന്റുമാരും കാഴ്ചവെപ്പുറം നടത്തുന്നവരും വൈദികരും ഒന്നിച്ചേർന്നായിരിക്കും പ്രദക്ഷിണം. അതുകൊണ്ട് 1:15 പ്രസിഡന്റുമാരും കാഴ്ചവെപ്പ് നടത്തുന്നവരും അവിടെ ഗ്രൗണ്ടിൽ വരണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ റോസറി പള്ളിയിൽ വെച്ചാണ് ജ്ഞാനപ്രത്യ പള്ളിയിൽ വെച്ചാണ് തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. സമയം കൂടുതലെടുക്കും. ആഘോഷമാക്കിയിരുന്ന പാട്ടുകുർബാനയാണ് ദാസകുർബാനയാണ് പറഞ്ഞിരുന്നത്. ക്യാൻസൽ ചെയ്ത് ആഘോഷമാക്കിയിരുന്ന പാട്ടുകുർബാനയായിരിക്കും നമ്മൾ സമയമെടുക്കും. നമ്മൾ സമയം കൂട്ടി ചോദിച്ച് വരുന്നും വേണം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രസിഡന്റുമാരാകാനായിട്ട് ആഗ്രഹമുള്ളവർ അടുത്ത ഞായറാഴ്ച കഴിയുന്നതിൻ്റെ പറ്റത്തില്ല, തിരിമേടിക്കാനുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റുമാരാകാൻ ആഗ്രഹമുള്ളവർ ഇന്നോ അടുത്ത ഞായറാഴ്ച കൊണ്ടുള്ള കാര്യങ്ങൾ അറിയിക്കാനുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹവിരുന്നിൻ്റെ കാര്യം അറിയിച്ചിരുന്നു. ചോറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അന്നത്തെ ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞവർ ചോറ് കൊണ്ടുവരണം. അതിനൊപ്പം തന്നെ മറ്റേ കറിയുടെ കാര്യവും നിങ്ങളെ കഴിയിച്ചിട്ടുണ്ട്. അവർ ദിനമായിട്ട് നിർവഹിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ പ്രസിഡന്റുമാരുടെ ശ്രദ്ധയ്ക്ക് കാഴ്ചവെപ്പ് സമർപ്പണത്തിന് പുറത്ത് നമ്മൾ ഒരു ഷെഡുണ്ട്. ഷെഡിൽ വെച്ച് നമ്മൾ തിരി ആശീർവദിച്ച് ഇവിടെ പേര് തിരി കിട്ടുന്നതിന് സീറ്റ് കിട്ടാൻ വേണ്ടി പള്ളിയിൽ ഓടിയെടുത്തത് അതുപോലെ കൊടുക്കരുത് ദയവ് ചെയ്ത്. എപ്പോഴും കാണുന്ന ഒരു പ്രതിമാസം എനിക്ക് കിട്ടി ഈ വാങ്ങിയുള്ളവർക്ക് കിട്ടുമോ കിട്ടാതെ എന്നെ ഓണം ചെയ്തോ എനിക്ക് സീറ്റാണ് പ്രധാനം അതല്ല, മറിച്ച് അത് വെച്ചിട്ടേ മട്ടൊക്കെയുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് ഡിസിപ്ലിൻ അച്ഛന്മാർ പുറത്തുനിന്ന് വരും. അച്ഛന്മാർ ആണെങ്കിൽ അവർ പറഞ്ഞിരുന്നത് ഈ പുറത്തുനിന്ന് അച്ഛന്മാരോട് നമ്മൾ കാഴ്ച കാണിക്കരുത്, തിരികിട്ടിന് കൊടുക്കുക. മറിച്ച് അവിടെ പോലീസിൽ തോക്കിൻ്റെ തിരിയൊക്കെ ഉണ്ടാകും. അതിന് മുമ്പിൽ 2 കാര്യമായിട്ട് അതിനൊന്ന് ഭക്തിയായിട്ട് കുറേ മുമ്പിൽ പ്രസിഡന്റുമാർക്കുള്ള സീറ്റുകൾ അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും എന്നായി ഓർമ്മപ്പെടുത്തുകയാണ്. കോൺഗ്രസ്സാനത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തിട്ട് ഭക്തന്മാർ കുറവാണ്. ഈ ഒരാഴ്ചയിൽ ഇപ്പോൾ സംസാരിക്കാനില്ല. അത് 8-9 വർഷമായിട്ടുള്ള സമയമുണ്ട്. എല്ലാ ആഴ്ചയും നമുക്ക് സംസാരിക്കാൻ തീർപ്പില്ല. ഇവിടെ 2, 3, 4, 5 വർഷങ്ങളായിട്ട് സംസാരിക്കാത്തവരുണ്ട്. അവർക്ക് ഈ ദിവസം ഞാൻ മാത്രമേ ഇവിടെ സംസാരിക്കാനായിട്ട് അവർക്കൊന്ന് സംസാരിക്കുകയാണ്. വരുന്നവര് പിടിച്ചില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു സഹോദരി വന്നു പിടിച്ചോണ്ട് ഒരു മുമ്പിൽ നിൽക്കുക, പുറകെ നിൽക്കുന്ന പ്രശ്നമില്ല. അപ്പൊ അവിടെ നിൽക്കുന്നവർ ആരായി? അച്ഛനാദ്യം പറഞ്ഞ നേരത്തെ നിന്നവരാരായി? ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ പുറകെ കൊണ്ട് നിർത്തണം. ഗൾഫിൽ ഞാൻ തലപ്പിക്കുന്നു, ഈ ആഴ്ച യുവത്വം തലപ്പിക്കുന്നു കേട്ടോ. അതുകൊണ്ട് കൃത്യമായി കാര്യമാണ്. കാരണം അവർ കുറേ പേർ നിൽപ്പുണ്ട്. അവർ ഉണ്ടാക്കാത്തതിന് അവരുടെ പോയി. അപ്പൊ ഉണ്ടാകത്തിന്റെ ലൈൻ നിൽക്കുമ്പോൾ കൂടി പാകം ചെയ്യണം. ഇവിടെ ഓർമ്മ പറഞ്ഞിരിക്കും, മനസ്സിലായി? അതുകൊണ്ട് ആ പരിപാടി വേണ്ട. കുറേ പേര് പകരുന്നില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്നത് ഭയങ്കര കണ്ടപ്പെട്ടാണ് മുട്ടുകൊക്കുന്നത്. മുട്ടുകൊക്കുന്നതല്ല മുൻകാലത്തിന്റെ കളക്ടീരിയ, പാവങ്ങളുടെ കളക്ടീരിയ. മുട്ടുകൊക്കാൻ പറ്റാത്തവിടെ നിന്നാൽ മതി. അവിടെ കസേര ഇടിഞ്ഞിട്ടുള്ള കസേര കണ്ടിട്ട് കസേര എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇട്ടിരിക്കും. വളരെ കഷ്ടപ്പെട്ട് മുട്ടുകൊത്തി നിൽക്കണം, എഴുതി കൊടുക്കുകയാണ്. ഗസമിലേക്ക് ആ സ്ഥലത്തേക്കാൾ മനസ്സിലാക്കാൻ ഞാൻ പിന്നെ സാധനം എഴുതി തോന്നുന്നു. എന്തിനാ കഷ്ടപ്പെട്ടത് അവന് മുട്ടുകൊത്തിക്കണേ? നാലിന് എക്സ്പെർട്ടില്ല. അവരുടെ മുഖം വലിക്കറിയാം, മറ്റു മുഖം അറിയാം. ഈ സഹോദരി 4 വർഷമുണ്ട്.
കണിയാൻ്റെ പരിപാടിയില്ല എങ്കിലും അവിടെ മുട്ട് കുത്താത്തപ്പോൾ എനിക്കറിയാം ഈ സഹോദരിക്ക് താങ്ങ് ഈ സഹോദരി താങ്ങ് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് മുട്ട് കുത്താൻ കഴിയുന്നത്. അപ്പം ആ ഒരു ടോളറൻസി നമുക്ക് അതിൻ്റെ ആ സമയം കൊണ്ട് നിൽക്കുക, സമയം പോവുക, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ടോളറായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ആശീർവാദം. ഒരു നൊവേന നമ്മൾ നടത്താനായിട്ടുണ്ട്. മുമ്പ് യുദ്ധം വന്നു. ആ നൊവേന അടുത്ത ഞായറാഴ്ച നമ്മൾ വന്നതിന് ശേഷം
പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണകളെ ലഭിക്കുന്ന ആവിധി ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. മഹനീയത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആകാശത്തിലും ഭൂമിയിലും ചിത്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. വിശ്വാസമോടെ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ
ഉത്തരീകരണമേ